ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നൊരു അവാർഡിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒരു അവാർഡ് നൈറ്റാണ് ഇന്ന് കോഴിക്കോടിൽ. അപ്പോൾ അവാർഡ് നൈറ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ അവാർഡാണെന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എന്നെ വിളിക്കുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട് രാവിലെ 10:30 തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി എണീറ്റ് റെഡി ആയി നിൽക്കുക. എൻ്റെ കൂടെ ചേച്ചിയും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ചേച്ചീനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ മുത്താണ്. അപ്പം ഇന്നലെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ 132 ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതോടൊപ്പം എൻ്റെ വ്യൂസ് എൻ്റെ സബ്സ്ക്രൈബറിനെക്കാളും കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിനും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും, പിന്നെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും, പിന്നെ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലേറ്റ് ഒന്നും ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റുഡിയോൻ്റെ വഴിയിലെത്തിയിരിക്കുകയാണ്. അച്ഛനതാ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ വേഗം തന്നെ കിടക്കാം. അങ്ങനെ സ്റ്റുഡിയോൻ്റെ ബിൽഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റുഡിയോൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുകയാണ് പ്രേക്ഷകരെ. അതോടൊപ്പം ദാമിനി ഡിജിറ്റൽ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അത് വീണ്ടും പെയിൻറ് ചെയ്യണം, എന്നിട്ട് പുതിയതാക്കണം. ഇതുണ്ട്, ഇവിടെ കുറച്ച് വർക്കൊക്കെ നടന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ നോക്കിയേ, ഇനി നമ്മൾ ദാമിനി ഡിജിറ്റൽ സ്റ്റുഡിയോ കയറാൻ പോകണം. ഞങ്ങളുടെ ബൂത്ത് അവിടെ അതുണ്ടോ, അതാ ബൂത്ത്, ഞങ്ങളുടെ സ്റ്റുഡിയോ ദാമിനി ഡിജിറ്റൽ. അപ്പോൾ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ സുധിനേട്ടനാണ് നമ്മളുടെ ദാമിനിയുടെ ഒഫീഷ്യൽ സൗണ്ട് എഞ്ചിനീയർ. ഇവിടെ പരിപാടിയിലാണ്. പിന്നെ വേറൊരു ബൂത്തും കൂടെ ഉണ്ട്. ആ ബൂത്ത് അതാ അവിടെ ആൾക്കാർ അച്ഛൻ കയറിയിട്ടുണ്ട്. ആ ബൂത്തിലും പോണം. അവിടുന്ന് റെക്കോർഡിങ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ ചെയ്താൽ പോരെ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡിങ് എൻ്റെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഈ ബൂത്ത് നിന്നാണ് ചെയ്യുന്നത്. 2 ബൂത്ത് ഉണ്ട്, രണ്ടെണ്ണം. അപ്പം ഒരു ബൂത്ത് ഇവിടെയും ഒരു ബൂത്ത് അപ്പുറത്തെ ആ ഞാൻ കാണിച്ച ആ റൂമിലും കൂടെയാണ്. പ്രേക്ഷകരെ, ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ബൂത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ഇവിടേക്ക് നോക്കിയേ. കണ്ടോ, എന്തോ അനങ്ങുന്നതായി തോന്നുന്നില്ല. കണ്ടോ ആരാ എന്നാൽ കണ്ടോ പോയി. പ്രേക്ഷകരെ മനസ്സ് നോക്കി അതായിരിക്കും റെക്കോർഡിങ്ങിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കണ്ടത് ഭൂതം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലുണ്ട്, ഒരു മെഹ്റാബ് മന്തി പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ ചെന്ന് നമ്മൾ അടിപൊളി മന്തി കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും കൂടെ വാ ഫ്രണ്ട്സ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറ ഇവിടെ വെച്ച് മറന്നുപോയി. അപ്പം ഞാൻ അവിടുന്ന് ഓടി വന്നാണ് ഹോട്ടലിൻ്റെ അവിടുന്ന്. അപ്പം ഞാൻ ഹോട്ടലിലേക്ക് പോകണം. നമ്മൾ മെഹ്റാബ് മന്തിയിൽ അച്ഛനും ചേച്ചിയും പിന്നെ നമ്മുടെ ക്യാമറാമാനും സൗണ്ട് എഞ്ചിനീയറും ഒക്കെ അവരവിടെയാണ്. ഞാൻ ഇവിടേക്ക് വേഗം വന്നാണ്. അപ്പം നമുക്ക് വേഗം അവിടേക്ക് പോകാം. ഞാൻ അതിൽ ചാടിയിട്ടാട്ടോ വന്നേ. പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകണം. ഓടിക്കോ. അങ്ങനെ ഹോട്ടലിൻ്റെ എത്തിയിരിക്കുകയാണ്. പാർക്കിങ്ങിന് അവിടെയാണ് നമ്മൾ ഹോട്ടലുള്ളത്. ഇവിടെ എത്തിയിരിക്കുകയാണ്. മെഹ്റാബ് മന്തി ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി അവരെ തപ്പണം. കേട്ടില്ല. എല്ലാരും കൂടെ ഇവിടെ ചമ്പറ പണി കൂത്തിരിക്കുക. അച്ഛനെന്താ പരിപാടി? അച്ഛൻ പാട്ട് പഠിക്കാൻ നിൽക്കുകയാണ്. അച്ഛന് പാടാനുള്ളതാണ്. നമ്മുടെ കൂടെ നമ്മുടെ ക്യാമറമാനുണ്ട്. ഞങ്ങൾ ഇന്നലത്തെ കമന്റ് ഉണ്ടല്ലോ, ക്യാമറമാൻ ഇന്നലെ കമന്റ് ഇട്ട് കേട്ടോ. നിങ്ങൾ ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ട്, ഫുള്ളും കണ്ടില്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? അടിപൊളിയാണ്, അല്ലെങ്കിൽ അടിപൊളി. പൂകലത്തില് നിങ്ങളെ വീഡിയോ ഉണ്ടോ? സൂപ്പർ. ശരിക്കും കണ്ടോ? ഇത് പാട്ടാ പഠിക്കുന്നത്.
ബാക്കി പഠിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ക്യാമറമാൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിക്കാൻ പോവാണ്. കാണിച്ചേ, ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാം എല്ലാവരും കൂടെ. ഇങ്ങോട്ടൊന്ന്, ഇതാണ് എൻ്റെ, അയ്യോ എന്താ വരാത്ത, ഇതാണ് നമ്മുടെ ക്യാമറമാൻ്റെ അക്കൗണ്ട്. വേഗം തന്നെ ഫോളോ ചെയ്യൂ. പുള്ളിക്കാരൻ അടിപൊളി ക്യാമറമാനാണ്. എൻ്റെ പാട്ട് ഉണ്ടോ, ഇത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവല്ലോ. ഈ പാട്ട് നമ്മുടെ ഈ ക്യാമറമാനാണ് എടുത്തത്. മുഖം കാണിച്ചേ, ഈ ക്യാമറമാനാണ് എടുത്തത്. ഇപ്പൊ ചെന്ന് ഇപ്പൊ തന്നെ നമ്മുടെ ക്യാമറമാൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പറഞ്ഞേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അറിയാം. TK ഷിജിത്ത് _ കുടുവള്ളി. നേരെ ചെന്ന് നമ്മുടെ ഷീതാട്ടന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാ. നോക്കൂ, ചേച്ചിക്ക് വ്ളോഗിൽ വരാൻ മടിയാണ്. നമുക്ക് സൂപ്പ് കിട്ടിയിട്ടുണ്ട്. സൂപ്പ് ഒന്ന് കുടിച്ചു നോക്കാം. ഞാനിവിടെ വരാറുണ്ട്, ഞങ്ങൾ ആദ്യം മുതലേ വരുന്നോണ്ട് ഞാനങ്ങനെ സൂപ്പ് ഇവിടുത്തെ കുടിക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സൂപ്പ് കൊടുത്തില്ല. അതാണ് പറയാൻ പോയത്. അപ്പൊ ഇന്ന് നമ്മളൊന്ന് സൂപ്പ് ട്രൈ ചെയ്തു. അച്ഛൻ ചെയ്യട്ടെ, ഞാൻ കുടിക്കാറില്ല ഈ സൂപ്പ്. അച്ഛൻ ട്രൈ ചെയ്യാൻ പോകും ഫ്രണ്ട്സ്. അച്ഛൻ ട്രൈ ചെയ്യും. കൂടെ കുടിക്കാൻ. സംഭവമാണോ? സൂപ്പറല്ലേ? അതല്ലേ നമ്മൾ സ്ഥിരം വരുന്നത്. പിന്നെ അല്ല, ഇവിടുത്തെ എല്ലാം സൂപ്പറാട്ടോ. ഞാൻ സ്ഥലം പറഞ്ഞുതരാം ഇത് എവിടെയാ ഉള്ളതെന്നും കൂടെ. ഞാൻ ഇവിടെ ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നമുക്ക് സൂപ്പ് കൊണ്ടുവന്നില്ല. നോക്ക് സൂപ്പ് വന്ന് ഇങ്ങോട്ടേക്ക് സൂപ്പ് വന്ന്. പ്രേക്ഷകരെ, നമ്മളുടെ സൂപ്പ് കുടിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ സൂപ്പ്. കുടിച്ചു ടേസ്റ്റ് ചെയ്യാനാ? ഞാനിപ്പോ കുടിക്കാതെ ടേസ്റ്റ് ചെയ്യാം. സൂപ്പ് കുടിക്കന്നല്ലേ ചെയ്യണ്ടേ? സൂപ്പ് കുടിച്ചിട്ടാ ടേസ്റ്റ് ചെയ്യാല്? ഐ മീൻ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഒന്ന് കുടിച്ചിട്ട് നമുക്കൊന്ന് നക്കി നോക്കാനും പറയാനാവില്ല. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇത്തിരി എടുത്തിട്ടുണ്ട്. ചൂടാ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് വന്നിട്ട് കാണാം. നമ്മുടെ സർപ്രൈസ് വന്നിട്ടുണ്ട്. തുറക്കൊച്ച, അൺബോക്സ് ചെയ്യൂ. 3, 2, 1. ഇതോടുകൂടി നമ്മൾ തുറന്നുകൊണ്ട് തുറന്നുകൊണ്ട് മാറ്റിക് ഷോട്ട് എടുക്കാൻ വന്നത്. അപ്പം പ്ലേറ്റും വന്നിട്ട്, അപ്പം ഒരുമിച്ച് എടുക്കാം. ചോറിട്ട് കൊടുക്കാണ്. മന്തി റൈസ്. അച്ഛനത് ആദ്യം അച്ഛനിടുന്നു. ഇനി അടുത്ത എനിക്ക് എന്ത് പരിപാടിയാ നോക്കിയ. ഇതാദ്യം ഇതിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടിരിക്കാം. ഇതെൻ്റേതാണ് ഫ്രണ്ട്സ്. ശീതാട്ടിന്റെ ഭാഗ്യം വേണ്ട. സത്യം, തക്കാളി എന്ന ഭാഗ്യം കൂടും. ശീതാട്ടിന് 2 തക്കാളി കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഇട്ട് കൊടുത്താണ്. അച്ഛന് തക്കാളി ഉണ്ട്, എനിക്ക് തക്കാളി ഇല്ല. രക്ഷപ്പെട്ടു. ചേച്ചി അടിപൊളിയാണോ? ചേച്ചി തുടങ്ങിയാറേ. തിന്നു നോക്കിയാ ഫ്രണ്ട്സ്, അച്ഛൻ തിന്നു നോക്കാൻ പോവാണ്. ഓക്കെ, പ്രശ്നം. എങ്ങനെയുണ്ട്? ഇത് ചോദ്യമാണ്. നമ്മൾ സ്ഥിരം കഴിക്കുന്നതല്ലേ. ഞങ്ങൾ ആദ്യമായിട്ടും നല്ല കഴിക്കുന്നത്, പക്ഷെ എന്നാലും വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സൂപ്പർ സാധനം. കഴിച്ചു നോക്കാം. ഞാനൊരു വായ എടുത്തു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു വായ എടുക്കുന്നു. ഒന്നും പറയാനുള്ള. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇനി ഞാൻ നേരെ സ്റ്റുഡിയോ പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഈ സ്ഥലം എവിടെയാണെന്ന്. ഇതാണ് നമ്മുടെ മെഹ്റാബ് മന്തി. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ്. നമ്മുടെ ചുള്ളിയോട് റോഡിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ വരുന്നത്. എൻ്റെ സ്റ്റുഡിയോയും ചുള്ളിയോട് റോഡിലാണ്. നേരെ സ്റ്റുഡിയോ പോകണം, എന്നിട്ട് ഒന്ന് മരന്ന് കിടക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ഷൂട്ട് നടക്കാൻ പോകുകയാണ്. ഞാൻ ഡ്രസ്സ് മാറ്റി, ജസ്റ്റ് കുർത്ത മാത്രം മാറ്റി, പാൻറ് ഞാൻ മാറ്റിയില്ല. അതാണ് നമ്മളുടെ സെറ്റപ്പ്. അപ്പം ഞാൻ പാടി കഴിഞ്ഞിട്ട് കാണാം. ഇതല്ല, ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞ് ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ
അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്യാമറമാനോൻ ഹായ് 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 ശീതേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് മറ്റേ അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഡ്രസ്സ് മാറ്റി ഇപ്പോൾ കുർത്തയാണ് ഇട്ടത്. അപ്പം നേരെ പോവല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോകാൻ പോകുകയാണ് നേരെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ സുധീരേട്ടാ ബൈ. ഇന്ന് മറ്റേ ക്രിസ്മസ് പാർട്ടിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻ അടിച്ചു മാറ്റി. അതെല്ലാം കൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഞാൻ ഈ കീബോർഡിൻ്റെ അടിയിലും കുറച്ച് വെച്ചു കൊടുത്തു. അയ്യോ മൈക്കവിടെ പോയി, മൈക്ക് അപ്പുറത്ത് വെച്ച് പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി വേഗം പോകണം. ഫ്രണ്ട്സ് അച്ഛൻ കാറ് എടുക്കാൻ പോയതാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇവിടെ കാത്തിക്കാണ്. വണ്ടി വന്നിട്ടുണ്ട്, വേഗം കയറാം. ഗൈസ് നമ്മൾ എരഞ്ഞിപ്പാലി സിഗ്നൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാരഥി അച്ഛനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. എന്തേ പറയണ്ടോ? ആയുധം വെച്ചുള്ള കളിയാണ് ഇപ്പൊ അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നത്. ബാക്കി നമ്മുടെ ക്യാമറമാൻ ഉണ്ട്. ചേച്ചി ഇവിടെ പിന്നെ ഈ തലേടെ ഒന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ട്രിപ്പിന് പോകുമ്പോ എന്റെ ആയുധങ്ങളാണ് അതൊക്കെ. പണിയായുധങ്ങളാണ് രാജാവേ. അതെ പണിയായുധാണ് ഇതൊക്കെ നമ്മളുടെ. പ്രേക്ഷകരെ നമ്മുടെ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി സ്റ്റേജിൽ കാരണം സ്റ്റേജിൽ ഞാൻ ടാബ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ക്യാമറമാന് കൊടുക്കാം. സ്റ്റേജിൽ നടത്തിയിരിക്കുകയാണ്. ഈ നേരെ കയറി അവാർഡ് വന്ന് പാടാം. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണും. Global PKOC അവാർഡിലേക്ക് ഏവർക്കും സ്വാഗതം. And Sri Labi, thank you so much. റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ശങ്കറിനെ ആദരിക്കലും കോഴിക്കോടിനോളം ഹൃദയവിശാലതയുള്ള മറ്റു നഗരം ഉണ്ടാവില്ല. സാഹിത്യവും നാടകവും സംഗീതവും മലയാള ചരിത്രരംഗത്തെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമാണ് രഞ്ജിത് പ്രമോദ്. രണ്ടാം ഭാവം മീശമാധവൻ, മനസ്സിനക്കരെ, അച്ചുവിന്റെ അമ്മ, ലിവിംഗ് ടുഗദർ ചിത്രത്തിലെ നായിക, ജവാന മുല്ലപ്പൂവ് എന്ന ചിത്രത്തിൽ ടെലിവിഷൻ ചാനലിലെ ഉപ്പുമുളകം എന്ന സീരിയലിലെ നീയു എന്ന വീട്ടമ്മയുടെ വേഷം അതിമനോഹരമായി അഭിനയിച്ചാണ് പ്രശസ്തി നേടിയത് നിശാസാനൻ. 2017 ക്രിറ്റിക്സ് അവാർഡ് നേടിക്കൊടുത്ത ഗാനം 2024 3000 സ്റ്റേജ് ഷോ. പ്രശസ്ത പിന്നണി ഗായകൻ സ്റ്റേജ് പെർഫോമറുമായ PK സുനിൽകുമാർ 35 വർഷമായി മലയാളം തമിഴ് സിനിമ സംഗീത രംഗത്ത് സജീവമാണ്.
പ്രത്യക്ഷപ്പെടുന്നതിന് പേരുകേട്ട ഒരു ഇന്ത്യൻ നടനാണ് സാജൻ സൂര്യ. മികച്ച നടനുള്ള 4 ഏഷ്യാനെറ്റ് അവാർഡുകൾ ഉൾപ്പെടെ ഫൗണ്ടർ ഓഫ് ഐ സ്പോട്ട് ആൻഡ് ആൽമണ്ട് ഡയറി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവാർഡ് നൽകുവാൻ വേണ്ടി ശങ്കർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഋതുരാജ് വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദേവനന്ദ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2. ഒരു വലിയ കൈയ്യടി കൊടുക്കണം. അവാർഡ് നൽകുവാനായി ശങ്കർ സാറിനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല പരിപാടി, സൂപ്പറായി. അപ്പം എനിക്ക് എന്താ അവാർഡ് കിട്ടിയെന്ന പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ പേരെന്താ? 24 frames PK റോസി ലിറ്റിൽ ഇഷ്ടമാണ് അവാർഡായിരുന്നു. അവാർഡിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് 24 ഫ്രെയിംസിൻ്റെ അവാർഡ് തന്നെയാണ് കിട്ടിയത്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. വേറെ എന്താ പറയും, നമ്മൾ ഓഡിയൻസിന് എന്താ പറയൂ, നിങ്ങൾക്കാണ് ഫാൻസ്. എനിക്ക് വയ്യ. അപ്പോൾ നേരെ കാറിലേക്ക് എടുക്കാം. കാറിലെത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ലച്ച, അടുത്ത വീഡിയോ കാണല്ലേ? അപ്പോൾ ബൈ പറയാം. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ വരുമായിരിക്കും. പറയൂ, ബൈ ബൈ പറയൂ. ബൈ ബൈ.